സിദ്ദിഖ് ഒളിവിൽ പോയി. സിദ്ദിഖിനെ പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല. സുഹാര ഗ്രൂപ്പ് പണ്ടങ്ങാണ്ട് ഒളിവിൽ പോയി, ഇതുവരെ പിടിച്ചിട്ടില്ല. വിജയമല്ലി നാട് വിട്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് കേസുകളെ നമുക്കറിയാത്തുള്ളൂ, വാർത്തകൾ വരുന്നത്. പിന്നെ കാണാം ചെകുത്താൻ ഒളിവിൽ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉച്ചയ്ക്ക് വിവരം അറിഞ്ഞാൽ ചെകുത്താൻ 7 മണിക്കൂറിനുള്ളിൽ ഒളിവിൽ പോകുന്നു. അടുത്തൊരു 10, 12, 13 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഒളിവിൽ വീട്ടിലിരിക്കുകയായിരുന്നു, വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ വേറെ പലരും ഇങ്ങനെ ഒളിവിൽ പോയി പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ഓടിച്ചിട്ട് അവിടെ ചെയ്ത് പിടിച്ചു എന്നൊക്കെ പറയുന്ന സാധനങ്ങളും ഇതും തമ്മിലൊരു കുഴപ്പമുണ്ട്. പോലീസ് തന്നെ ഇങ്ങനെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറയാന്ന് വിചാരിച്ചു. ഒരാൾ വീട്ടിൽ ഇരിക്കുന്ന ഒരാൾ ഒളിവിൽ പോയെന്ന് പറയുക, എന്നിട്ട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരാകുമ്പോൾ അത് അറസ്റ്റ് ആണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അതേസമയം ശരിക്കും ഒളിവിൽ പോയ ഒരാളെ കണ്ടുപിടിക്കാനേ പറ്റാതെ വരിക. കണ്ടോ, ഇത് ഒറിജിനൽ ഒളിവിൽ പോക്കായതുകൊണ്ടാണ് കിട്ടാത്ത. ഇവര് തന്നെ കഥ പറഞ്ഞിട്ട് ഇവര് തന്നെ പിടിക്കുന്ന പരിപാടിയാണ് നടക്കും. മനസ്സിലായോ പരിപാടി എത്തുന്നത്? ആർക്കറിയാം, ചിലപ്പോൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവും, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ഓരോ ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. കാരണം എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം ഇതാ. ഞാനിപ്പോൾ എന്ത് പറയണം, എനിക്ക് മനസ്സിലായത് ചുമ്മാ പറയും. ഇവിടെ ചുമ്മാ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാൾ ഒളിവിൽ പോയി, ഊർജിതമായി കേരള പോലീസ് അന്വേഷിക്കുന്നു, SHO റിപ്പോർട്ട് ചെയ്യുന്നു, ആ പത്രത്തിൽ വാർത്ത വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. പിറ്റേ ദിവസം രാവിലെ ചെകുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ലോക്കപ്പിലിട്ടിരിക്കുന്നു, ജയിലിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നത്, ഭയങ്കര ഒളിവിൽ നിന്നൊക്കെ പോയി പാട്ടാളവും എല്ലാവരും ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയ സംഭവം. അതേപോലും അത് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എളുപ്പമല്ലേ കാര്യങ്ങള്. ഞാൻ ഒളിവിലൊന്നും പോയിട്ടില്ല. അല്ല ഇങ്ങനെ പെട്ടെന്ന് വരുമോ പിറ്റേ ദിവസം രാവിലെ? ചിന്തിച്ചു നോക്ക്. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോ വിളിച്ച് പറഞ്ഞ പോലെ ചെയ്തേ ഉള്ളൂ. അല്ലാതെ കയറി കൊടുക്കുവോ, സറണ്ടർ ആവുക, അതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത കേസാ. അപ്പൊ അതിന് കിടന്നുകൊണ്ട് ഇങ്ങനത്തെ ഡ്രാമ കളിക്കുന്നത് തന്നെ ശരിക്കുള്ള പല ഒളിവിൽ പോയ ആൾക്കാരെയും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുറച്ച് നാട്ടുകാർക്ക് അറിയാം, അല്ലെങ്കിൽ ഇന്ന ആളെ അറിയാം, കുറെ പേരൊക്കെ അറിയാം. മറ്റേ തൊപ്പിയൊക്കെ ചവിട്ടി പൊളിക്കുകയും പരിപാടിയൊക്കെ കാണിക്കുന്നതേ ഇവിടെ മിസ്സിംഗ് ആയ ആൾക്കാരെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റോറിയാണിത്. മനസ്സിലായോ? റിയൽ ആയിട്ട് ഒരാൾ ഒളിവിൽ പോവുകയോ കാണാതാവുകയോ ചെയ്താൽ കണ്ടെത്തുന്ന പരിപാടികൾ നമ്മൾ അധികം വാർത്തകളിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു 1-2 ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളത് നമുക്കറിയാം. മനസ്സിലായോ? ഒരു കൊച്ചിനെ കണ്ട് കാണാതായപ്പോ അതിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്ന ഒരു ആൾക്കാർ തിരിച്ചു കൊണ്ടുവിട്ടു. ഏതോ ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് പോയി. അപ്പൊ ചെന്ന് അതിനെ പിടിച്ചു, കണ്ടെത്തിയേ 3 ദിവസം കണ്ടോ, അല്ലെ എത്ര മണിക്കൂറാണോ എനിക്കറിയത്തില്ല. 1-2 ദിവസം അതിനെ തപ്പിയാന്നല്ലേ. ഭയങ്കര തപ്പല. പക്ഷെ തിരുവനന്തപുരം ടൗണിൽ ഭയങ്കര പരിപാടിയാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഏറ്റവും സെന്ററിൽ തന്നെ കൊണ്ടുപോയി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഇറക്കി വിട്ടി. പോലീസുകാരുടെ മുന്നിൽ കൂടെ കറങ്ങി ഒരു വണ്ടി ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് പോയെന്ന് ആ സീൻ ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കേസുകൾ തെളിയാതെ പോകുന്നു, അല്ലെ നടക്കാതെ പോകുന്നു. അപ്പൊ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില നമ്പറുകളായിരിക്കും. മനസ്സിലായല്ലേ? ഇതിപ്പോ എന്താ പറയാ, എനിക്ക് ഒരു മിനിറ്റ്. അപ്പോ ചവിട്ടിപ്പൊളിയും ഭയങ്കരമായ നടപടികളും അതുപോലെ തന്നെ വാർത്തകളും പിടിക്കപ്പെട്ടേ എന്നൊക്കെ പറയുന്ന പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകണമെന്നില്ല. മനസ്സിലായോ? എനിക്കിനി ഇതൊക്കെ കാണുമ്പോൾ സംശയം തോന്നത്തുള്ളൂ. കാരണം വേറെ കാര്യം പറയാം, ഒരാൾ തോക്കും കൊണ്ട് നടക്കുന്നു, കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അതിക്രമിച്ച് കയറി വീഡിയോ CCTV എല്ലാം കൊടുക്കുകയാണ് പോലീസിന്. അയാളെ പിടിച്ചിട്ടില്ല. അയാളെ 3 ദിവസം കഴിഞ്ഞ് അയാളുടെ വീട്ടിൽ അയാൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് തോക്കുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴും നമുക്ക് എന്താ മനസ്സിലാവുന്നറിയോ? ഒന്നുമില്ല, വെറുതെ. ഇപ്പൊ ആരെങ്കിലും പിടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വിചാരിച്ചോണം കേട്ടോ, വെറുതെ ചുമ്മാ വെറുതെ, ഒരു കാര്യമില്ല. ഒരുത്തരം ഒളിവിൽ പോയെന്ന് പറഞ്ഞാൽ ഒളിവിൽ പോയത് ഒറിജിനൽ ആണോ എന്ന് അറിയാനായിട്ട് അയാളെ പിടിക്കാതിരുന്നാൽ മനസ്സിലാവും ഒളിവിലാണ്. പക്ഷെ പിറ്റേ ദിവസമൊക്കെ പിടിക്കുവാണെങ്കിൽ മനസ്സിലായിക്കോണം വെറുതെ പറഞ്ഞതാണ് ഇവര്. അങ്ങനെയാ മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാനാ അല്ലേ? ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചാൽ മനുഷ്യർ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയും പാർട്ടി വില കൊടുക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് ആരുടെ കുഴപ്പമാണ്?